നയം വ്യക്തമാക്കുന്നു എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന വ്യക്തി കൊച്ചിൻ കോർപ്പറേഷൻ 44-ാം ഡിവിഷനിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന പ്രൊഫസർ പി ജേക്കബ് കുര്യനെയാണ്. 40 വർഷക്കാലം UC കോളേജിൽ അധ്യാപകനും വകുപ്പ് മേധാവിയും പ്രിൻസിപ്പൽ ഇൻചാർജുമായി സേവനം അനുഷ്ഠിച്ച വ്യക്തി. കഴിഞ്ഞ 20 വർഷമായി പൊതുരംഗത്ത് നിറസാന്നിധ്യം. പി ജേക്കബ് കുര്യന്റെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് നമുക്ക് പോകാം. നയം വ്യക്തമാക്കുന്നു എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. 44-ാം ഡിവിഷനിലെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഞാൻ ചക്കിങ്ങൽ റോഡ് റെസിഡൻറ്റ് അസോസിയേഷൻ്റെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രസിഡൻ്റാണ്. ബൈ പ്രൊഫഷൻ ഐ എം എ മെക്കാനിക്കൽ എഞ്ചിനീയർ റിട്ടയർഡ്. ഹാഷിം, എൻ്റെ പേര് ഹാഷിം. പൊളിറ്റിക്കൽ ആശയങ്ങൾ പലർക്കും പലതുമുണ്ടെങ്കിലും നമുക്ക് ഈ കോർപ്പറേഷൻ മാതിരിയുള്ള സ്ഥാപനങ്ങളിൽ ആ അസോസിയേഷനിൽ കൂടിയുള്ള ആൾക്കാർ വരണോ എന്നുള്ള ഒരു ആശയമുണ്ട്. ഇതാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ വാർഡിൽ തന്നെ ഞങ്ങൾക്കൊരു കാൻഡിഡേറ്റിനെ വേണമെന്നുള്ള ഒരു ആശയം തന്നെ വന്നത്. ജേക്കബ് സാറ് ഇതിന് മത്സരിക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, എൻ്റെ ഭാര്യ ഉൾപ്പെടെ എല്ലാ അടുത്തുള്ള 1-2 വീട്ടുകാർ അവരുൾപ്പെടെ പറഞ്ഞു, ക്വീൻ സാറ് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ പ്രദേശം, സമീപ പ്രദേശം തീർച്ചയായിട്ടും അത് മോടി പിടിക്കും, എല്ലാ ആവശ്യങ്ങളും നമുക്ക് നടപ്പിൽ വരുത്തി തരും. നമ്മുടെ സ്ഥാനാർത്ഥി പ്രൊഫസർ ജേക്കബ് കുര്യൻ സാറിന് ചക്കുങ്ങൽ റോഡ് നിവാസികളുടെ എല്ലാവിധ വിജയാശംസകളും നേർന്നിരുന്നു. താങ്ക് യു. ഇത് വീടിന് വേണ്ടി അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ എത്ര നാളായി? ഇപ്പൊ കൊടുത്തിട്ട് 3 വർഷമായി. അതെ, അതിന് മുമ്പും കൊടുത്തതാ. എപ്പോഴും ഈ ലിസ്റ്റ് പേര് വന്നിട്ടുണ്ടോ? പേര് വന്നിട്ടുണ്ടെന്ന് പറയും. അപ്പൊ എന്തൊക്കെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്നെ കൊണ്ട് ചെയ്യാമോ അതൊക്കെ ചെയ്തിരിക്കും, അല്ലാതെ മറച്ചു വെച്ച് ഒരു കാര്യവും ചെയ്യത്തില്ല. ഇത് കാരണക്കുളം പ്രദേശത്തെ വെരിവേലി അസോസിയേഷൻ്റെ കാണയുടെ പ്രശ്നമാണത് ഞങ്ങൾ ബോധിപ്പിക്കുന്നത്. ശ്രീനാരായണ റോഡിലെ പാർക്കിംഗ്, അനധികൃത പാർക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ വണ്ടി എടുത്ത് കൊണ്ടുപോകാറില്ല, വല്ലപ്പോഴൊക്കെ കൊണ്ടുപോകാറുള്ളൂ. സാറേ, നമ്മുടെ ഈ കാരണക്കുളം പ്രദേശത്ത് മുഴുവൻ വെള്ളവും ഒഴുകി പോകാനുള്ള കാരണം ഇതാണ്. പക്ഷെ പലപ്പോഴും ചെറിയൊരു മഴ വരുമ്പോൾ തന്നെ വെള്ളം പൊങ്ങി ഇവിടെ എല്ലാ വീടുകളിലും കയറുന്നു. മാലിന്യ കൂമ്പാരം ആഴ്ച 2 ദിവസം വണ്ടി വരും എങ്കിലും ബാക്കിയുള്ള സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് നടക്കാനൊക്കെ. പിന്നെ പട്ടി ശല്യം, ഇതാണ് ഇവിടുത്തെ. ഞങ്ങൾ ഈ റോഡിൽ, ചക്കങ്ങൽ റോഡിൽ വെള്ളപ്പൊക്കം ഭയങ്കരമായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ അകത്ത് ഒളിച്ചിരിപ്പാണ്. അത് മാത്രമല്ല, ഈ കൊതുക് കടി ഭയങ്കര ബുദ്ധിമുട്ടായി വരികയാണ്. ഈ കാണയുടെ വികസനം, ഈ പ്രദേശ വികസനമായിട്ട് സാറിന്റെ പദ്ധതിയിൽ എന്താ ഉള്ളത്? അത് നമ്മുടെ പ്രകടന പത്രികയിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രകടന പത്രികയുടെ കോപ്പി ഇതാ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരികയാണ്. വെള്ളക്കെട്ട് നിവാരണത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുന്നതാണ്. ശിവാലയം റോഡിലും വെറുവേലിയിലും അനുബന്ധ ലൈനുകളിലും ഇത് വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ നടപടി കൈക്കൊള്ളുന്നതാണ്. സൗത്ത് ജനത റോഡിൽ കാർണക്കോടം ഭാഗം മാലിന്യരഹിതമാക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കുന്നതാണ്. ശ്രീനാരായണ ദേവർ റോഡിലും മറ്റു റോഡുകളിലുമുള്ള അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുവാൻ നിയമ നടപടികൾ കൈക്കൊള്ളുന്നതാണ്. അത് ഉറപ്പ് നൽകിയാണ്, ഉറപ്പിന് വേണ്ടി തന്നെയാണ് പ്രകടന പത്രികയിൽ പേരെടുത്ത് പറഞ്ഞ് ഇട്ടിരിക്കുന്നത്. വെള്ളക്കെട്ട് ഈ ഏരിയയിലെ ഒരു മുഖ്യ പ്രശ്നം തന്നെയാണ്. ഇത് പരിഹരിക്കാൻ തക്കവണ്ണം കേന്ദ്രം നമുക്ക് ഫണ്ട് നൽകുകയുണ്ടായി. അതായത് അമൃത് പദ്ധതി എന്നാണ് പദ്ധതിയുടെ തന്നെ പേര്. 16 മുതൽ 20 വരെയുള്ള കാലഘട്ടത്തിലേക്ക് 367 കോടി രൂപയാണ് കേന്ദ്രം നമ്മുടെ കോർപ്പറേഷന് അനുവദിച്ചത്. അതിൽ വെള്ളക്കെട്ട് കൊണ്ട്, കുടിവെള്ളമുണ്ട്, തോടുകളുടെയും കാനകളുടെയും പുനരുദ്ധാരണവും പരിപാലനവും ഉണ്ട്. ഈ ഫണ്ടിൽ
സങ്കടകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ 367 കോടി നൽകിയിട്ടും 160 കോടി പോലും ചെലവാക്കാതെ ആ കാലം കഴിഞ്ഞു. ചെലവാക്കാത്ത തുക ലാപ്സാകും. ഇതാണ് സ്ഥിതി. അപ്പോൾ ഇതുപോലെ ഫണ്ടുണ്ട്. ഈ ഫണ്ടുകളെ വേണ്ടവണ്ണം യൂസ് ചെയ്ത് ഈ കാനുകളും തോടുകളും എല്ലാം ക്ലീൻ ചെയ്യുകയും കയ്യേറ്റങ്ങൾ ഒഴിവാക്കിയും ഫ്ലോ വെള്ളത്തിൻ്റെ ആ ഒഴുക്ക് വേണ്ടവണ്ണമാക്കി ഇത് ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ്, ഇത് നടത്തിയിരിക്കും. ഇതൊരു മാതൃകാ വാർഡാക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കേരളത്തിലെ ഏറ്റവും നല്ല വാർഡ് 44, കൊച്ചി കോർപ്പറേഷനിലെ വാർഡാണ് 44. മോഡലാക്കും, മാതൃകയാക്കും, മാതൃകാപരമായ വാർഡ്. സാറ് പറഞ്ഞു വരുന്നത്, അതായത് നമ്മുടെ 44-ാം വാർഡിൽ നിന്ന് സാർ ഇവിടുന്ന് ജയിച്ചു വന്നാൽ നമ്മളുടെ വാർഡിനെ തീർച്ചയായിട്ടും ഒരു മാതൃകാ വാർഡാക്കി മാറ്റും എന്നുള്ളതാണ് സാറിൻ്റെ ഇപ്പോഴത്തെ ഉള്ള ഇന്റർവ്യൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ഒരു മാതൃകാ വാർഡാക്കുക. അത് ഈ കൊച്ചിൻ കോർപ്പറേഷനിലെ മാത്രമല്ല, കേരളത്തിലെ 6 കോർപ്പറേഷനിലെ ഏറ്റവും നല്ല വാർഡാക്കുക എന്നുള്ള ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നടക്കും, അത് നടന്നിരിക്കും, അതിന് ദൈവം സഹായിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ സാർ, ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. അതുപോലെ സാറിനെ വിജയശ്രീ ലാളിതനായിട്ട് ഞങ്ങളുടെ 44-ാം വാർഡിനെ റെപ്രസെന്റ് ചെയ്ത് വരിക. നമസ്കാരം. നമസ്കാരം. കെൻ കേരളം ചാനലിലെ നയം വ്യക്തമാക്കുന്നു എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കൊച്ചിൻ കോർപ്പറേഷനിലെ 44-ാം ഡിവിഷൻ, ഈ ഡിവിഷനിലെ വികസനം കഴിഞ്ഞ എത്ര വർഷമായിട്ട് ഈ നടന്നുകൊണ്ടിരിക്കുന്ന വികസനങ്ങൾ നോക്കിക്കാണുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിൽ പോരായ്മയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ വരേണ്ടത്, ഇന്ന പ്രവർത്തനം വന്നാലേ ഇവിടുത്തെ ജനങ്ങൾക്ക് അത് എന്താ പറയുക ഒത്തിരി സഹായകമാകുമെന്ന് തോന്നിയിരിക്കുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്? അതിൽ താങ്കളുടെ മനസ്സിലുള്ള സങ്കല്പങ്ങളും പുതിയ പുതിയ ആശയങ്ങളും. കഴിഞ്ഞ 20 വർഷക്കാലമായിട്ടുള്ള കോർപ്പറേഷൻ ഭരണത്തെപ്പറ്റി എനിക്ക് നേരിട്ടറിയാം. രാഷ്ട്രീയ കക്ഷികളാണ് ഇവിടെ മാറി മാറി കോർപ്പറേഷൻ ഭരിക്കുന്നത്. അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും ഉദ്യോഗസ്ഥരുമായിട്ട് ചേർന്ന് ഉള്ള പ്രവർത്തനമാണ്. കൗൺസിൽ പാസ്സാക്കുന്ന കാര്യവും നടപ്പിലാക്കുന്ന കാര്യവും തമ്മിൽ വളരെ അന്തരമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വ നിര നൽകുന്നതായ ഡയറക്ഷൻ അനുസരിച്ചാണ് ഭരണം നടത്തിപ്പോരുന്നത്. അതിൽ നിന്ന് ഒരു കൗൺസിലർക്കും അവരുടേതായ കൗൺസിലർക്ക് മാറി നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാ ആജ്ഞകളും വരുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വ നിരയിൽ നിന്നാണ്. അതുകൊണ്ട് ഈ കൗൺസിലർമാർക്കൊക്കെ വളരെയധികം ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ ഫ്രീ ആയിട്ട് അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ വാർഡുകളിൽ പുരോഗതി ഉണ്ടാകാത്തത്. ഫണ്ടുകൾ ഡീവിയേറ്റ് ചെയ്ത് പോവുകയാണ്. ഒരു പ്രൊജക്റ്റിനും പറയുന്ന ഫണ്ട് അവിടെ എത്തുകയില്ല. അതിനെ കൗൺസിലർമാരും ബലഹീനമായിട്ട് നിൽക്കുകയാണ്. അവർക്കൊന്നും ചെയ്യാൻ വയ്യാത്ത സ്ഥിതിയാണ്. ജനങ്ങൾക്കത് അനുഭവിക്കാനും പറ്റത്തില്ല. ഇപ്പം നിലവിലുള്ള കൗൺസിലേഴ്സിന് അവരുടെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നതനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കുന്നുള്ളതാണ്, പ്രവർത്തിക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് സാറിൻ്റെ കാഴ്ചപ്പാട്. അതെ. ഈ കഴിഞ്ഞ 40 വർഷക്കാലം ഇവിടെ താമസം തുടങ്ങി 48 വർഷമായി ഈ ഡിവിഷനിൽ, 44-ാം ഡിവിഷനിൽ. അതിനു മുമ്പ് 40 വർഷക്കാലം ആലുവ UC കോളേജിൽ പ്രൊഫസറായിട്ട്. ഇല്ല, ഞാനിവിടെ 48 വർഷം താമസിച്ചുകൊണ്ടാണ് UC കോളേജിൽ പോയത്. ഓ, അങ്ങനെയാണ് 48 വർഷം. അതെ അതെ, 48 വർഷം അങ്ങനെ. ശരി. ഇവിടെ നിന്നാണ് എൻ്റെ യാത്ര UCയിലേക്ക്. അപ്പം കോളേജിലെ ആ പ്രവർത്തന പരിചയമാണോ ഈ ഇലക്ഷന് നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചത്?
കോളേജിലെ പ്രവർത്തന പരിചയം ഒരു പ്ലസ് പോയിന്റ് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വാർഡിലെ പ്രവർത്തന പരിചയമാണ്. ഈ കോർപ്പറേഷനിലെ ഭരണസമിതിയിലുമായിട്ടുള്ള ബന്ധം കൊണ്ടുണ്ടായ പ്രവർത്തന പരിചയം. സൗത്ത് ജനതാ റോഡ് റെസിഡൻസ് അസോസിയേഷൻ 2001 രൂപീകരിച്ചപ്പോൾ അന്നു മുതൽ ഇന്ന് വരെയുള്ള പ്രവർത്തന പരിചയം, ആളുകളുമായിട്ട് ഇടപെട്ടുള്ള പ്രവർത്തന പരിചയം, ഇതാണ് പ്രധാനമായിട്ടും. പിന്നെ വിദ്യാർത്ഥികളുമായിട്ടുള്ള അടുപ്പവും മ്യൂസിക് കോളേജിലെ ഭരണരംഗത്തുള്ള പരിചയവും എനിക്ക് മുതൽക്കൂട്ടായിട്ടുണ്ട്. താങ്കൾ ഈ ഡിവിഷനിൽ ജയിച്ചു വരികയാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ടാവുക. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡിവിഷനിൽ അനവധി പ്രശ്നങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. വെള്ളക്കെട്ട്, വാസയോഗ്യമല്ലാത്തതായ പാർപ്പിടം, ഖരമാലിന്യ സംസ്കരണം നടക്കാത്തത് മൂലം അവിടെയും ഇവിടെയും വലിച്ചെറിയുന്ന പ്രവണത, പട്ടി ശല്യവും കൊതുക് ശല്യവും, ഈ ഗവേണൻസ് അഥവാ ഇൻ്റർനെറ്റ് യൂസ് ചെയ്തുള്ള ഭരണ സംവിധാനം നടപ്പാക്കാത്തത്, ഇതെല്ലാം റോഡും കാനകളും വേണ്ടവണ്ണം പരിപാലിക്കപ്പെടാത്തത്, ഇതെല്ലാം നമ്മളുടെ നിത്യജീവിതത്തിൽ ജീവിതം കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതെല്ലാം മൊത്തത്തിൽ പരിഹരിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണസമിതി വേണ്ട വിധത്തിൽ രൂപീകരിക്കുവാനും അത് വേണ്ട വിധത്തിൽ നടപ്പാക്കുവാനുമുള്ള ശ്രമമാണ് ഭരണസമിതി. അതിലാണ് നമ്മളുടെ അസോസിയേഷൻ, റെസിഡൻസ് അസോസിയേഷന് വേണ്ട പ്രാതിനിധ്യം നൽകി അത് കൂടുതൽ ശക്തിമത്താക്കിയാൽ ഈ ഭരണരംഗം കൂടുതൽ ശക്തിമത്താകും. അപ്പോൾ താങ്കൾ വിജയിച്ചു വന്നാൽ റെസിഡൻസ് അസോസിയേഷനുകളായിട്ട് കൂടിയാലോചിച്ചായിരിക്കും വികസന പ്രവർത്തനങ്ങളുടെ തുടർന്നുള്ള പരിപാടികളിലേക്ക് കിടക്കുന്നത്. തീർച്ചയായും അവരെല്ലാം തന്നെ അവരിലെ പ്രധാനപ്പെട്ട പ്രസിഡന്റോ സെക്രട്ടറിയോ ഭരണസമിതിയിലുണ്ടായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ വേറൊരു കാര്യമുള്ളത്, താങ്കൾ വോട്ട് ചോദിച്ച് നിരവധി വീടുകളിലും കടകളിലും അല്ലെങ്കിൽ മറ്റുള്ള ആളുകളിലും എല്ലാവരിലേക്കും ചെന്നിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അവർ താങ്കളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്താണ്? എന്തൊക്കെ പരാതികൾ അവർ പറഞ്ഞു? അവർ പ്രധാനമായിട്ടും പറഞ്ഞത് വെള്ളക്കെട്ട് കൊണ്ടുള്ള ദുരിതങ്ങളെ പറ്റിയാണ്. രണ്ടാമത് വന്നത് വാസയോഗ്യമല്ലാത്ത വീടുകളെ പറ്റിയാണ്. മൂന്നാമത് പറഞ്ഞത് ഖരമാലിന്യം അവിടെ ഇവിടെ എറിഞ്ഞ് അവരുടെ ഏരിയ മുഴുവൻ പൊള്യൂട്ടഡ് ആക്കുന്നതാണ്. പ്രധാനമായും കൊതുക് ശല്യവും അവിടെ ഇവിടെയും വലിച്ചെറിയുന്നപ്പോൾ പട്ടികൾ അവിടെ വന്ന് അത് ഭക്ഷണമാക്കി അവിടെ പെരുകുന്നതിനെ പറ്റിയും അതിൽ നിന്നുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ പറ്റിയും അവർ പറയുകയുണ്ടായി. ഈ കോവിഡ് കാലത്തെ ഈ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് ഭരണം വേണ്ടവണ്ണം നടത്താത്തത് മൂലം ടാക്സ് അടയ്ക്കാനോ കിട്ടേണ്ട ആനുകൂല്യങ്ങൾ കോർപ്പറേഷനിൽ നിന്ന് മേടിച്ചെടുക്കുവാനോ ഒന്നും അവർക്ക് സാധിക്കുന്നില്ല. അതേപ്പറ്റി അവർ പറയുകയുണ്ടായി. അങ്ങനെ പിന്നീട് ആരും അവരെ യഥാസമയത്ത് ആവശ്യത്തിൽ കൗൺസിലർമാർ വന്ന് സഹായിക്കാറില്ല എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയുകയുണ്ടായി. താങ്കൾ നിലവിൽ ഇപ്പോൾ 40 വർഷത്തോളം മ്യൂസിക് കോളേജിലായിരുന്നു പറഞ്ഞല്ലോ. അപ്പം അതിനുശേഷം ഇവിടെ വരികയും ഈ റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡൻ്റായിട്ട് എത്ര വർഷമായിട്ടുണ്ട്? നിലവിൽ ഈ ഡിവിഷൻ ഈ നിങ്ങളുടെ എന്താണ് സൗത്ത് ജനതാ റോഡ് റെസിഡൻസ് അസോസിയേഷൻ അതിൻ്റെ അമരക്കാരനായിട്ടാണോ ഇപ്പോഴും ഇരിക്കുന്നത്? എത്ര വർഷത്തോളമായി അതിൻ്റെ പ്രസിഡന്റ് പദവിയിലിരിക്കുന്നത്? ഞാൻ മ്യൂസിക് കോളേജിൽ പഠിപ്പിക്കുന്ന കാലത്ത് തന്നെയാണ് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ ആരംഭിച്ചത്. ഈ കൊച്ചി കോർപ്പറേഷനിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത അസോസിയേഷനാണ് സൗത്ത് ജനതാ റോഡ് റെസിഡൻസ് അസോസിയേഷൻ. ആദ്യമായിട്ട് 2001 ഇത് രജിസ്റ്റർ ചെയ്തത്. 1ാം നമ്പറാണ്. അതെ. അപ്പോൾ ആദ്യത്തെ രജിസ്ട്രേഷൻ ഞങ്ങളുടേതാണ്. അത് കഴിഞ്ഞ് അന്ന് മുതൽ ഏതാണ്ട് 18 വർഷത്തോളം ഞാൻ ഇതിൻ്റെ പ്രസിഡൻ്റായി
ഇപ്പോഴും പ്രസിഡൻ്റാണ്. ഇടയ്ക്ക് 2 വർഷം ഏതാണ്ട് കാര്യം കൊണ്ട് ഞാൻ പള്ളിയിലെ ട്രസ്റ്റി ആകാൻ പോയപ്പോഴാണ് അതിന് ഒരു ഇടക്കാലത്ത് ഒരു മാറ്റം സംഭവിച്ചത്. അല്ലാത്ത മുഴുവൻ സമയവും ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. മറ്റുള്ളവർക്ക് കൂടി അവസരം കൊടുക്കാനായിട്ട് ഞാൻ വളരെയധികം നിർബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ പോലും അത് എന്നിൽ നിന്ന് മാറ്റുവാൻ അവർ ആഗ്രഹിച്ചുമില്ല. അവർക്ക് സാർ തന്നെ മതിയെന്നാണ്. അതായത് അവരെ എല്ലാവരുമായിട്ടും വേണ്ട കോണ്ടാക്റ്റ് ഉള്ളതുകൊണ്ടും അവർക്ക് ഞാൻ ഒരു വിധത്തിൽ ശത്രു അല്ലാത്തത് കൊണ്ടും ആയിരിക്കണം എന്നെ ഇങ്ങനെ തുടർച്ചയായി ഈ പദവി അതെ അത് കൊണ്ടു നടക്കാൻ പ്രേരിപ്പിച്ചത്. ഏറ്റവും നല്ല റെസിഡൻസ് അസോസിയേഷനുള്ള അവാർഡ് ഈ റെസിഡൻസ് അസോസിയേഷനാണ് ലഭിച്ചതെന്ന് പറഞ്ഞു. ഈ റെസിഡൻസ് അസോസിയേഷനുള്ള മറ്റുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇവിടെ വല്ല കൃഷിയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ഈ പിള്ളേർക്കുള്ള സാമൂഹികോ സാംസ്കാരികമായിട്ടുള്ള എന്തെങ്കിലും പ്രോഗ്രാംസുകൾ അങ്ങനെ എന്തെങ്കിലും, ഇപ്പോൾ അവർക്ക് കളിക്കാനുള്ള വല്ല കളിസ്ഥലമോ ക്ലബ് ഹൗസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വികസനങ്ങൾ ഇവിടെ ഈ റെസിഡൻസ് അസോസിയേഷനായിട്ട് ബന്ധപ്പെട്ട് നമുക്കിവിടെ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്? പിന്നെ എന്തിൻ്റെ പേരിലാണ് നമുക്ക് ഈ അവാർഡ് കിട്ടിയത്? ഈ അവാർഡ് പ്രഖ്യാപിച്ചവരെ ഇവിടുത്തെ MLA ആണ് പ്രഖ്യാപിച്ചത്. 16 കണ്ടീഷൻസാണ്, മാനദണ്ഡങ്ങളാണ് അവാർഡിന് വേണ്ടി അവരെ സമർപ്പിച്ചത്. അതാണ് മാനദണ്ഡമായിട്ട് എടുത്ത് 16 കണ്ടീഷൻസ്. ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങളെ പറഞ്ഞത് ഇവിടെ അയൽ സഭകൾ ഉണ്ടാക്കി എന്നുള്ളതാണ്. പഞ്ചായത്ത് രാജ് ആക്ടിലെ നിയമപ്രകാരം അധികാര ബോഡിയാണ് അയൽ സഭകൾ. സാധാരണ ഒരു റെസിഡൻസ് അസോസിയേഷന് വലിയ അധികാരമൊന്നുമില്ല. അത് അധികാരം വേണ്ടത് കൊണ്ടാണ് അയൽ സഭകൾ ഉണ്ടാക്കിയത്. അത് യഥാർത്ഥത്തിൽ ഈ കൗൺസിൽ തെരഞ്ഞെടുപ്പ് പോലെ തന്നെയാണ്. വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുള്ളവർക്ക് മാത്രം വോട്ട് ചെയ്ത ആളിനെ തെരഞ്ഞെടുക്കുന്ന ഒരു സംവിധാനമാണ് അതിൻ്റെ ഭരണസമിതി, അയൽ സമിതി. അത് ഉണ്ടാക്കിയിരിക്കുന്ന ഏക അസോസിയേഷനും സൗത്ത് ജനതാ റോഡ് അസോസിയേഷനാണ്. റെസിഡൻസ് അസോസിയേഷനാണ്. അതാണ് എടുത്തു പറയാവുന്നത്. പിന്നെ നമ്മളുടെ ഈ അസോസിയേഷൻ ഏരിയയിൽ കൂടി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ഏരിയയിൽ നിന്നുള്ള വ്യത്യാസം എന്തെന്ന് മനസ്സിലാകും. അത്രയും ഏരിയ വളരെ ക്ലീനായിരിക്കും. ആരും അവിടെ പോസ്റ്റർ ഒട്ടിക്കാനോ ഏതെങ്കിലും പരസ്യം ഒട്ടിക്കാനോ ഞങ്ങൾ സമ്മതിക്കില്ല. അസോസിയേഷൻ സമ്മതിക്കില്ല. അത് കേസിന് പോകുമ്പോൾ അയൽസഭകളാണ് അത് ഡീൽ ചെയ്യുന്നത്. അത് ശരി. കോടതി ചെല്ലുമ്പോൾ അയൽസഭകളാണ് അത്. അസോസിയേഷനുകൾക്ക് എന്ത് അധികാരമുണ്ട് എന്നുള്ള ചോദ്യം അവിടെ വരും. അതിന് ഭരണഘടനാപ്രകാരമായിട്ട് അധികാരം ഇല്ല. അതിന് അധികാരമുള്ള ബോഡിയാണല്ലോ അയൽസഭ. എത്ര അയൽസഭകളുണ്ട്? 39-ാം വാർഡും 44-ാം വാർഡും ഞങ്ങളുടെ അസോസിയേഷൻ്റെ ഭാഗമായതുകൊണ്ട് ഞങ്ങൾക്ക് 2 അയൽസഭകൾ ഞങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. 2 അയൽസഭകൾ. അതെ. മൂന്നാമതായി ഞങ്ങൾക്കൊരു ലേഡീസ് വിങ് ഉണ്ട്, വളരെ ആക്റ്റീവാണ്. അപ്പോൾ അയൽസഭയുടെ ഭരണസമിതിയുണ്ട്, അസോസിയേഷൻ്റെ ഭരണസമിതിയുണ്ട്, ലേഡീസ് വിങ്ങിൻ്റെ ഭരണസമിതിയുണ്ട്. ഇതിനെല്ലാം ഏജ് ലിമിറ്റ് ഉണ്ടോ? ഒരു ഏജ് ലിമിറ്റും ഇല്ല. അതിന് കഴിവുള്ളവർ, സമയം കണ്ടെത്തി ജനങ്ങളെ സേവിക്കാൻ കഴിവുള്ളവരെയൊക്കെ ആ സ്ഥാനത്ത് ഇലക്ഷൻ മുഖാന്തരം വരും. ഈ ഡിവിഷനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ട് ഇതൊരു UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഡിവിഷനാണ്. ഇപ്പോൾ ഇടതും വലതും പിന്നെ ഇപ്പോൾ BJPയും അതുകൂടാതെ B4 കൊച്ചി എന്ന് പറഞ്ഞിട്ട് ഒരു സംവിധാനം പുതിയൊരു ആളുകൾ മത്സരിക്കുന്നുണ്ട്. അപ്പം താങ്കൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. അപ്പോൾ ഇവരെല്ലാവരും മത്സരിക്കുന്നതിലും വ്യത്യസ്തമായി ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ വിജയിച്ചു വരും എന്നുള്ളതാണ് പ്രതീക്ഷ. കഴിഞ്ഞ 20 വർഷത്തെ ഭരണത്തിൽ ജനങ്ങൾ ഒട്ടും തൃപ്തരല്ല. ഒരു പാർട്ടി ഭരിച്ചപ്പോഴും അവർ തൃപ്തരല്ല. ഈ ഡിവിഷനിൽ
ഒട്ടും തൃപ്തരല്ല. ഓരോ ദിവസവും പ്രശ്നങ്ങൾ കൂടുകയല്ലാതെ കുറയുന്നില്ല. അതുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരെങ്കിലും പരിചയമുള്ളവരും കഴിവുള്ളവരും വന്നാൽ അവർക്ക് തീർച്ചയായും വോട്ട് നൽകും എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ ഇവിടെ 48 വർഷം ജയിച്ച ഒരാൾ, 20 വർഷം വാർഡ് കമ്മിറ്റിയിലുള്ള ആൾ, ഈ അസോസിയേഷനിൽ 18 വർഷം പ്രസിഡൻ്റായിട്ടുള്ള ഒരാൾ, ജനങ്ങളുമായിട്ട് നല്ല സമ്പർക്കമുള്ള ഒരാൾ, പ്രശ്നങ്ങളെപ്പറ്റി നേരിട്ട് അറിയാവുന്ന ആൾ, അങ്ങനെയുള്ള ഒരാൾ ഇവിടെ വരുന്നതും ഇതിലൊന്നും ഇല്ലാത്തവരും ഇവിടെ വോട്ടില്ലാത്തവരുമായ കാൻഡിഡേറ്റുകൾ വരുന്നതും തമ്മിൽ തികച്ചും അന്തരമുണ്ട്. ജനങ്ങൾക്കിതൊക്കെ മനസ്സിലാകും. ഇത് എൻ്റെ മുൻകാല എക്സ്പീരിയൻസ് എന്താണെന്ന് അവരെ നോക്കാതിരിക്കില്ല. നോക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും കുറ്റം ചെയ്തതായിട്ടോ മോശമായ പെരുമാറ്റം ഉണ്ടായതായിട്ടോ യാതൊരു അല്ലെ കോടതിയിൽ നിന്ന് എന്നെ ശിക്ഷിച്ചതായിട്ടോ യാതൊരു റെക്കോർഡും ഇല്ല. അതുകൊണ്ട് ഇവിടെ മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഞാൻ നിൽക്കുമ്പോൾ എനിക്ക് വോട്ട് തന്നെ എന്നെ വിജയിപ്പിക്കുമെന്നും അത് കൗൺസിൽ സ്ഥാനത്തെത്തുമെന്നും ഞാൻ വിശ്വസിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇവിടുത്തെ വികസനത്തിന് തടസ്സമാക്കിയ കാരണങ്ങൾ താങ്കളുടെ കാഴ്ചപ്പാടിലൊന്ന് വിവരിക്കാമോ? ഈ കോർപ്പറേഷൻ ഭരണത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൗൺസിലർമാർക്ക് രാഷ്ട്രീയ പാർട്ടികളോടുള്ള വിധേയത്വവും ഉദ്യോഗസ്ഥന്മാരുമായിട്ടുള്ള ബന്ധവും ആണ് വികസനത്തിന് തടസ്സമായി നിൽക്കുന്നത്. ഉദ്യോഗസ്ഥന്മാർക്കും കൗൺസിലർമാർക്കും ഒരുപോലെ തന്നെ പ്രയോജനം വരുന്ന രീതിയിലേക്ക് നമ്മളുടെ പ്രൊജക്റ്റുകൾ എല്ലാം മാറ്റപ്പെടുകയാണ്. അതുകൊണ്ട് ആ പ്രൊജക്റ്റ് എത്തേണ്ട രീതിയിൽ എത്തുകയില്ല. അതിനാണ് നമ്മൾ പറയുന്നത് അഴിമതിയെന്ന്, സ്വജനപക്ഷപാതമെന്ന്. അങ്ങനെ വരുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് ആ ഗുണം കിട്ടാതെ പോകുന്നത്. മറ്റ് രാഷ്ട്രീയ കക്ഷികൾ, ഉദ്യോഗസ്ഥർ, അതുപോലെ മറ്റുള്ള എല്ലാവരും, ഇപ്പം ഉദ്യോഗസ്ഥ ബന്ധം തന്നെ എന്നല്ല നമ്മൾ പൊതുവെ പറയുന്നത്. അപ്പോൾ താങ്കൾ ജയിച്ചു വരുമ്പോൾ ഇതിനെയൊക്കെ എങ്ങനെ അതിജീവിക്കും? അതിജീവിച്ച് എങ്ങനെ ഇവിടെ മറ്റുള്ള വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ കഴിയും? വളരെ റെലവൻ്റ് ഒരു ചോദ്യമാണ്. ഞാൻ ഇൻഡിപെൻഡൻറ്റ് കാൻഡിഡേറ്റാണ്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. ആ വേടി തന്നെ ഞാൻ സ്വതന്ത്രനാണെന്ന് വ്യക്തമാണ്. എനിക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ടും വിധേയത്വമില്ല. അവർ തെറ്റ് ചെയ്യുന്നത് ആരാണേലും അതിനെ കൗൺസിലിൽ വേണ്ടവണ്ണം എതിർത്ത് അത് തെറ്റാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു ചുമതലയുണ്ട്. ഇതെല്ലാം നോക്കിക്കാണുന്ന ഉദ്യോഗസ്ഥന്മാരാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ നേരിടാൻ ഒരു ബുദ്ധിമുട്ടും വരില്ല. അത് ബുദ്ധിമുട്ട് വരുമ്പോൾ ജനങ്ങളുമായിട്ട് ഞാൻ അവിടെ എത്തും. ജനങ്ങൾ എൻ്റെ കൂടെ നിൽക്കും. കാരണം അവരുടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഞാൻ ഇതിൽ വന്നതും അവിടെ എത്തുന്നതും. അതുകൊണ്ട് ഒരു ജനത്തിന് പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ, ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും മാത്രം പ്രയോജനമുള്ള കാര്യങ്ങൾ നടത്താൻ അവർ ശ്രമിച്ചാൽ അത് ഒറ്റയ്ക്കാണെങ്കിലും നേരിട്ടിരിക്കുമെന്ന് ആണ് എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ വലിയൊരു പാഠവും അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. പൂർണ്ണമായിട്ടും ജനങ്ങളെയാണ് വിശ്വാസം, എല്ലാം ജനങ്ങളിൽ അർപ്പിക്കുന്നു. അതെ, എന്ത് വിഷയമുണ്ടെങ്കിലും ജനങ്ങളായിട്ട് ആലോചിച്ച് മാത്രമേ മുന്നോട്ട് പോകുന്നുള്ളൂ. അതെ, അതായത് ഭരണസമിതി എന്ന് പറയുന്നത് ജനങ്ങളുടെ പ്രതിനിധികളും ആയിരിക്കും, അല്ലാതെ രാഷ്ട്രീയമായ ബന്ധങ്ങളിൽപ്പെട്ടവരോ അതിൻ്റെ ബേസിസിൽ സ്വന്തക്കാരായിട്ടുള്ളവരോ കയറ്റുക അല്ല. അവിടെ തന്നെ ജനാധിപത്യം പൂവണിയുകയാണ്. അതിൽ കൂടി ഭരണം രംഗത്ത് വലിയൊരു മാറ്റം വരികയാണ്. അതിൽ കൂടി ജനങ്ങൾ എല്ലാ തരത്തിലും സപ്പോർട്ട് നൽകും. ഇത് ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല, ഇത് കേരളത്തിൽ മുഴുവൻ ആഞ്ഞടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്.
ഇതൊരു വെറും വാക്കല്ല. ഒരിടത്ത് ഇത് തുടങ്ങി കഴിഞ്ഞാൽ ഇത് വലിയ തിരമാല പോലെ ബാക്കിയുള്ള വാർഡിലേക്ക് വരും. അത് കാലം തെളിയിക്കട്ടെ, ജനം അറിയട്ടെ. അപ്പോൾ ഇത്രയും നേരം കെൻ ചാനലിന് വേണ്ടി ഞങ്ങളുടെ പ്രോഗ്രാമായ നയം വ്യക്തമാക്കുന്നു എന്ന പ്രോഗ്രാമിന് വേണ്ടി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ബഹുമാനപ്പെട്ട പ്രൊഫസർ ജേക്കബ് കുര്യൻ സാറിന് ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി സമയം അനുവദിച്ചതിനും അതുപോലെ തന്നെ ഞങ്ങളെ കൂടെ സഹകരിച്ചതിനും ഞങ്ങളൊരു യാത്രയിൽ പങ്കെടുത്തതിനും നന്ദി പറയുന്നു. ഒരു വേർഡ് അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ചാനലുകളാണ് ജനങ്ങളിൽ സ്വാധീനം ചെലുത്തുന്ന വലിയൊരു ഘടകം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അവതരിപ്പിക്കുക എന്നുള്ളത് വലിയൊരു സംഗതിയാണ്. അത് ജനാധിപത്യത്തെ കൂടുതൽ ശക്തിമുട്ടാക്കുന്നു. അക്കാര്യത്തിൽ നിങ്ങൾ സ്വീകരിക്കുന്ന നടപടി എനിക്ക് സന്തോഷം പകരുന്നതാണ്. അതിന് പ്രത്യേകമായ നന്ദി ഞാൻ ഇവിടെ അർപ്പിക്കുകയാണ്. ഇത്രയും സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതിന് പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. താങ്ക് യു. നമസ്കാരം.